പത്തനംതിട്ടയിൽ +1 വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ 2 പ്രതികളെ റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ ഹാജരാക്കി. മുഹമ്മദ് റാഫി, സജാദ് എന്നിവരെയാണ് റാന്നി കോടതിയിൽ ഹാജരാക്കിയത്. കേസിൽ ഇതുവരെ ഡിവൈഎഫ്ഐ നേതാവ് ഉൾപ്പെടെ 4 പ്രതികളാണ് അറസ്റ്റിലായിട്ടുള്ളത്. കേസിൽ 18 പ്രതികളാണുള്ളത്. ഇവരുമായി മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, ഡിവൈഎഫ്ഐ നേതാവാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇനിയും പ്രതികൾ അറസ്റ്റിലാവാനുണ്ടോ? ഇപ്പോൾ 18 പ്രതികളാണല്ലോ ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? റാന്നി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് 2 പ്രതികളെ ഹാജരാക്കിയിരിക്കുന്നത്. KCB ജീവനക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയും മറ്റൊരാളുമാണ്. 2 പേരെയാണ് ഇപ്പോൾ ഈ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. ഇനിയുള്ളത് ഈ ഡിവൈഎഫ്ഐ നേതാവായിട്ടുള്ള ജോയൽ തോമസിനെയാണ് ഹാജരാക്കാനുള്ളത്. മറ്റൊരു പ്രായപൂർത്തിയാകാത്ത ആളുമാണ് അറസ്റ്റിലായിരിക്കുന്നത്. അയാളെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കോടതിയിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. മറ്റു 18 ആളുകൾ, മുഴുവൻ 18 ആളുകളാണ് കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ കേസിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൽ പ്രതികളായിട്ടുള്ളത്. മറ്റാളുകളെയും കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങളാണ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഫോൺ രേഖകളും ഫോൺ വിശദാംശങ്ങളും മറ്റു അഡ്രസ്സുകളും അടക്കമുള്ള കാര്യങ്ങളാണ് CWC പോലീസിന് കൈമാറിയിരുന്നത്. മുഴുവൻ വിശദാംശങ്ങളും പ്രതികളെ സംബന്ധിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ CWC പോലീസിന് കൈമാറിയിരുന്നു. ഈ ഒരു രീതിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ 4 പ്രതികളും പോലീസിൽ നിന്ന് നേരിട്ടെത്തി ഹാജരായി കീഴടങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ടാണ് പെരുന്നാട്